തന്റെ അഭിനയ ശൈലി കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഫഫ എന്ന ഓമന പേരിൽ ആരാധകർ വിളിക്കുന്ന ഫഹദ് ഫാസിലിന്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞത്. സിനിമയിലെത്തിയ ആദ്യകാലങ്ങളിൽ ആളുകളെ കയ്യിലെടുക്കാൻ സാധിച്ചില്ലെങ്കിലും രണ്ടാം വരവിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുകയാണ് താരം. അഭിനയിച്ച സിനിമകളിലെല്ലാം തന്റേതായ ഇടം കണ്ടെത്തിയ താരം വാരി വലിച്ച സിനിമകൾ ചെയ്യാതെ സെലക്റ്റീവായ സിനിമകളിലൂടെ തന്റെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടാണ് ഫഫ എന്ന ഫഹദ് ഫാസിൽ മുന്നേറുന്നത്. അവഗണനയാണ് സാർ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന ടാഗ് ലൈൻ ഫഹദിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പോലും തോന്നും. കാരണം പിതാവ് കേരളം കണ്ട മികച്ച സംവിധായകനായി നിൽക്കുന്ന 2002 പുതുമുഖമായി അരങ്ങേറിയ കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രം വൻ പരാജയമാവുകയും നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് ഫഹദിന്. ഫാസിലിന്റെ മകൻ തന്നെയാണോ? അച്ഛന് പേരുദോഷമുണ്ടാക്കിയ മകൻ ഇവനെ കൊണ്ടൊന്നും സാധിക്കില്ല. മോഹൻലാൽ അടക്കം പല പ്രമുഖരെയും കൊണ്ടുവന്ന ഫാസിലിന് സ്വന്തം മകന്റെ കാര്യത്തിൽ തെറ്റുപറ്റി എന്നൊക്കെയുള്ള കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും എല്ലാം ഫഹദിന് കേൾക്കേണ്ടി വന്നു. പിന്നീട് കുറെ കാലത്തേക്ക് ഫഹദിനെ ആരും കണ്ടില്ല. സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് ഫഹദ് അമേരിക്കയിലേക്ക് പറന്നു. അവിടെ പഠനം നടത്തി. 5 വർഷത്തിന് ശേഷം കേരള കഫേ എന്ന സിനിമയിലൂടെ 2009 തിരിച്ചു വരുമ്പോൾ ഭാവത്തിലും രൂപത്തിലും ഫഹദ് അടിമുടി മാറിയിരുന്നു. എന്നാൽ രണ്ടാം വരവിലും തുടക്കം പാളി. രണ്ടാം വരവിലെ ആദ്യ ചിത്രവും പരാജയപ്പെട്ടു. പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. അത് ഫഹദ് ഫാസിൽ എന്ന നടന്റെ കാര്യത്തിൽ 100% ശരിയുമാണ്. രണ്ടാം വട്ടവുമേറ്റ പരാജയത്തിലൂടെ സിനിമകൾ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഫഹദ് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിലെ അഭിനയം ഫഹദിനെ ശ്രദ്ധേയനാക്കി. 2011 മുതൽ ഫഹദ് ഫാസിൽ എന്ന നടന്റെ തലവര മാറി തുടങ്ങി. അർജുൻ സാമുവൽ എന്ന ബിസിനസ്സുകാരനിലൂടെ ഫഹദ് ഫാസിൽ ആരാധകരുടെ മനസ്സിലേക്ക് കയറിക്കൂടി. 2012 ഇറങ്ങിയ 22 ഫീമെയിൽ കോട്ടയത്തിലെ സിറിൽ എന്ന കഥാപാത്രത്തിലൂടെ ആളുകളെ ചിന്തിക്കാനും പെൺകുട്ടികളെ കരുതിയിരിക്കാനും പഠിപ്പിച്ചു. അതേ വർഷം ഇറങ്ങിയ ഡയമണ്ട് നെക്ലേസും ഫഹദിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിലൊന്നു തന്നെയാണ്. ഡോക്ടർ അരുണിലൂടെ കാട്ടിത്തന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വിഭാഗം യുവാക്കളുടെ കഥയാണ്. അന്നയും റസൂലും, ആമേൻ, റെഡ് വൈൻ, ഇമ്മാനുവൽ തുടങ്ങി വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ഫഹദ് ഒരുപാട് മികച്ച ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. ദിലീഷ് പോത്തന്റെ മഹേഷിന്റെ പ്രതികാരത്തിലൂടെ നാട്ടിൻ പുറത്തുകാരനായ സാധാരണക്കാരനായി വേഷമിട്ട് ഫഹദ് നേടിയെടുത്തത് ഒരുപാട് ആരാധകരുടെ സ്നേഹവും പിന്തുണയുമാണ്. വരത്തനിലെ എബിയും കുമ്പളങ്ങിയിലെ സൈക്കോ ഷമ്മിയും തുടങ്ങി നോർത്ത് 24 കാതത്തിലെ ഓവർ വൃത്തിക്കാരനുമെല്ലാം ഏത് കഥാപാത്രം കിട്ടിയാലും അതിന്റെ മാക്സിമത്തിൽ എത്തിക്കാൻ ഫഹദിന് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഫഹദിനെ വ്യത്യസ്തനാക്കുന്നത്. 2017 വേലൈക്കാരനിലൂടെ ഫഹദ് മലയാളത്തിന് പുറത്തേക്ക് അഭിനയിക്കാൻ എത്തുന്നത്. തുടർന്ന് 2021 തെലുങ്കിലും തന്റെ കഴിവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ തമിഴിലും മലയാളത്തിലുമായി വളരെ ശ്രദ്ധിച്ച് മാത്രമാണ് ഫഹദ് തന്റെ ചിത്രങ്ങൾ തെരഞ്ഞെടുത്തത്. 2024 പുറത്തിറങ്ങിയ അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 തന്റെ കഴിവ് തെളിയിക്കാൻ ഫഹദിന് സാധിച്ചു. ആരാധകർക്ക് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ കുറിച്ച് 2 അഭിപ്രായങ്ങൾ ഉയർന്നെങ്കിലും തെലുങ്കിലും തന്റെ സാന്നിധ്യം അറിയിക്കാൻ ഫഹദിന് സാധിച്ചു. ഈ വർഷം ഒരുപിടി നല്ല ചിത്രങ്ങളാണ് ഫഹദ് ഫാസിലിന്റേതായി പുറത്തിറങ്ങാനുള്ളത്. ഈ മാസം പുറത്തിറങ്ങുന്ന ഓടും കുതിര ചാടും കുതിരയാണ് മലയാളത്തിൽ നിന്നുള്ള പുതിയ ചിത്രം. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് നായിക. ഓണം റിലീസായി ഒരുങ്ങുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.